ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ലാമ്പാണ്, ജിയോമെട്രിക്കൽ ലാമ്പാണ്. ഇതിന് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ഷീറ്റാണ്. ഇതിന് OHP ഷീറ്റ് എന്നും പറയും. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ദാ ഒരു ഡിസൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു പെൻറ്റഗണിൻ്റെ ഷേപ്പാണ്. പെൻറ്റഗണിൻ്റെ ഷേപ്പ് 5 സെൻറ്റിമീറ്ററും പിന്നെ ആംഗിൾ 108 ആണ്. ഇത് ഞാൻ വരയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ബോർഡിലോ എന്തിലാണെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഗ്ലാസ് കളറിൻ്റെ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളറിൻ്റെ കൂടെ ലൈനർ കിട്ടുമല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. ഇതിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ലൈനർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഒന്നിന് 25 റുപ്പീസ് ആണ്. ഇതിൻ്റെ ഒന്നിന് 15 ml ആണ് കേട്ടോ. പിന്നെ എന്താ നമുക്ക് ഇങ്ങനെ ഡിസൈന് അനുസരിച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കാം. മിസ്റ്റേക്ക് ഒന്നും വരാതെ വരച്ച് കൊടുക്കാം. ഇനിയിപ്പം മിസ്റ്റേക്ക് വന്നാലും പ്രശ്നമൊന്നുമില്ല. മിസ്റ്റേക്ക് വരാണെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇനി അത് നല്ല ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അത് വേഗം എടുത്ത് മാറ്റാം. ഉണങ്ങിയതിൻ്റെ ശേഷം എടുത്ത് മാറ്റണം കേട്ടോ നല്ലത്. അപ്പോൾ തന്നെ എടുത്ത് മാറ്റുമ്പോൾ അത് ഫുള്ളും വൃത്തികേടായി പോകും. ഇതാ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഡ്രൈ ചെയ്യാൻ വെക്കാം. ഇതാ നല്ലോണം ഡ്രൈ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5 എണ്ണമാണ് കേട്ടോ. പിന്നെ അടുത്ത ഷേപ്പ് വരയ്ക്കാൻ പെൻറ്റഗണിൻ്റെ 2 സൈഡ് ഇങ്ങനെ വരച്ച് കൊടുക്കാം. പിന്നെ മറ്റേ സൈഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അല്ലാതെ വേറെ അതിന് പ്രത്യേകിച്ച് സെൻറ്റിമീറ്റർ ഒന്നുമില്ല. ഇതാ അതിന് വേണ്ടിയുള്ള ഡിസൈനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനും വരച്ച തന്നെയാണ് കേട്ടോ. മറ്റേ ചെയ്ത മാതിരി ഇതും അങ്ങനെ വരച്ച് കൊടുക്കാം. ഇതിൻ്റെ 5 ഷീറ്റാണ് കേട്ടോ റെഡി ആക്കേണ്ടത്. ഇതിന് അതേ ഡിസൈൻ തന്നെ. നമുക്കിനി കളർ ചെയ്യാം. ഇതിൻ്റെ അൾട്രാ മെറൈൻ ബ്ലൂ ആണ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിങ്കും യൂസ് ചെയ്തിരിക്കണേ. ബബിൾസ് ഒക്കെ വരാണെങ്കിൽ നമുക്ക് പിന്നെ വെച്ച് പൊക്കാം. നമുക്ക് പിന്നെ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ ഇഷ്ടമുള്ള ഞാനത് ഗോൾഡൻ യെല്ലോ ആണ് എടുത്തത്. പിന്നെ റെഡും ടൊമാറ്റോ റെഡാണ്. പിന്നെ സ്കൈ ബ്ലൂ, പല കളേഴ്സും ഉണ്ട്. പിന്നെ ബബിൾസൊക്കെ എൻ്റെ ഒന്ന് പൊട്ടിച്ചിട്ടൊന്നും പോണില്ല. അപ്പോൾ പിന്നെ ഞാനത് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ബബിളായിട്ട് വരും. അപ്പോൾ വേഗം ടിഷ്യൂ എടുത്തിട്ട് വേഗം തുടച്ച് മാറ്റലാണ്.
ഇതാ പിന്നെ കളറൊക്കെ കൊടുത്ത് എല്ലാ സൈഡും നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയേക്കണ്. പെൻറ്റഗണിൻ്റെ 5 ഷേപ്പും പല കളേഴ്സിലും കൊടുത്തിട്ടുണ്ട്. മറ്റേതും അങ്ങനെ തന്നെ ഇഷ്ടമുള്ള കളേഴ്സിൽ തന്നെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെ സ്റ്റിക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ബേസിന് വേണ്ടിയിട്ട് ഒരു പെൻറ്റഗണ് എക്സ്ട്രാ കട്ട് ചെയ്യാം. എന്നിട്ട് മറ്റേ സൈഡ് കളറ് കൊടുത്ത ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് മറ്റേ സൈഡൊക്കെ ഇങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് എല്ലാ സൈഡും സെല്ലോ ടാപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ അത് അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിന്നോളൂ. പിന്നെ അതിൻ്റെ കോർണേഴ്സും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യേണ്ടത് ഓരോ സെല്ലോ ടാപ്പ് മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. എല്ലാം പാടെ എടുത്ത് മാറ്റിയിട്ടല്ല, ഓരോ സൈഡിൽ നിന്ന് സെല്ലോ ടാപ്പ് മാറ്റിയിട്ടാണ് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യുന്നത്. ഉള്ളിൽ കൂടെയാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്, പുറത്തു കൂടെ ആണെങ്കിലും ഫുള്ള് വൃത്തികേടാവും. അങ്ങനെ നമുക്ക് എല്ലാ സൈഡും അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാമ്പ് കയറാൻ പറ്റുന്ന രീതിക്ക് റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ബാലൻസിന് വേണ്ടി ഒരു സ്പോഞ്ചിൻ്റെ മേലെ ഞാൻ ഒരു ഈർക്കിൽ അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് ആടി കളിക്കുന്ന സാധനമാണ്. അതിനെക്കൊണ്ട് ഒരു ഈർക്കിൽ ഏറ്റെടുത്തിട്ട് അതിങ്ങനെ എല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് പുറത്തേക്ക് ആവരുത് കേട്ടോ സെല്ലോ ടാപ്പ്, നമുക്കത് എടുത്ത് മാറ്റേണ്ടതാണത്. ഇങ്ങനെ ആവുമ്പോൾ ഒരു ബാലൻസ് ആയി നിന്നോളൂ. അതേമാതിരി തന്നെ എല്ലാ സൈഡും നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് ഫുള്ള് അപ്ലൈ ചെയ്യുന്നത് ഉള്ളിൽ കൂടെയാണ് കേട്ടോ. അങ്ങനെ 4 സൈഡും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഈർക്കിളിയൊക്കെ സൈഡിൽ കൂടെ എടുത്ത് മാറ്റാം. അത് പൊട്ടാതെ എടുത്ത് മാറ്റണം കേട്ടോ. അതിനാണ് ഞാൻ ആ സെല്ലോ ടാപ്പ് അങ്ങനെ കുറച്ച് ചെറിയ പീസായിട്ട് ഒട്ടിച്ചാൽ മതി. പിന്നെ കുറച്ച് വിട്ടുപോയ ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ പീസ് നമ്മൾ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ബൾബ് ഫിക്സ് ചെയ്യണം. അതിന് ഞാനൊരു സ്റ്റാൻഡ് ഉണ്ട്, പെൻറ്റഗണിൻ്റെ ഷേപ്പ് തന്നെയാണ്, ഒരു പ്ലൈവുഡിൻ്റെ പീസാണ് കേട്ടോ. അത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. എന്നിട്ട് നമ്മളെ കണക്ഷനൊക്കെ കൊടുക്കാം. അങ്ങനെ നമ്മളെ ബൾബും സ്റ്റാൻഡും ഫിക്സ് ആക്കി വെച്ചു. നമ്മളെ എല്ലാം റെഡിയായി. ഇത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളും ആണ് ഉണ്ടാക്കാൻ. നല്ലൊരു വൈബ് തന്നെയാണ് ആ കളേഴ്സൊക്കെ വരുമ്പോൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് കൂടിയും ചെയ്തേക്കണേ.